പന്തളം നഗരസഭയിലെ ബിജെപിയിലെ ആഭ്യന്തര കലഹം ഇപ്പോൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെ കൌൺസിലർമാരുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. നഗരസഭയിലെ ബിജെപി ഭരണത്തിന് അന്ത്യം കുറിക്കാനായി എന്നത് വലിയ രാഷ്ട്രീയ നേട്ടമായി സിപിഐഎം കാണുന്ന സമയമാണ്. സുജു ടി ബാബു നൽകും സമഗ്രമായ വിവരങ്ങൾ. ഇന്നലെയായിരുന്നു പന്തളം നഗരസഭയിലെ ബി.ജെ.പി. ഭരണസമിതി രാജിവെക്കുന്നത്. ഇന്ന് എൽ.ഡി.എഫ്. കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു. ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് ബി.ജെ.പി. ഭരണസമിതി, അതായത് നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ രമ്യയും രാജിവെക്കുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇവർ രാജിവെക്കുന്നതെന്നാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി. എ. സൂരജ് ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ന് അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുണ്ടായി. കൈരളി ന്യൂസിന്റെ ചർച്ചയിൽ ബെന്നി, ബി.ജെ.പി. കൗൺസിലർ കൂടെ ബെന്നി പറയുന്നത്, കൂടെ ഉണ്ടായിരുന്ന കെ വി പ്രഭ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട സാഹചര്യത്തിലാണ് തങ്ങൾ രാജിവെക്കുന്നത്, തങ്ങളുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കുന്ന ഇത് ബെന്നി കൈരളി ന്യൂസിനോട് തുറന്ന് പറയുകയും ചെയ്തു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബി.ജെ.പിക്കുള്ളിലെ ആഭ്യന്തര കലഹം തന്നെയാണ്. അവിശ്വാസ പ്രമേയത്തെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള അംഗബലം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. 33 അംഗ നഗരസഭ അംഗങ്ങളുള്ള നഗരസഭയിൽ 18 അംഗങ്ങളും ബി.ജെ.പിക്കൊപ്പമാണ്. ബി.ജെ.പിയുടെ പാനലിൽ വിജയിച്ചവരാണ്. ഇതിൽ ഇത്രയും അംഗങ്ങളുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തെ നേരിടാത്തത്, അവിശ്വാസ പ്രമേയത്തിൽ ബി.ജെ.പി. അംഗങ്ങൾ അവിശ്വാസത്തിൽ കൂടെ നിൽക്കും, അതായത് ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ ബി.ജെ.പി. അംഗങ്ങൾ നിലപാടെടുക്കുമെന്നത് ഒരു വിഷയം. മറ്റൊരു വിഷയം ഈ ബെന്നി തന്നെ പറയുന്നുണ്ട്, അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ കൂടുതൽ വിഷയം എന്തിനാണ് ചർച്ചയാക്കുന്നതെന്ന്. അതായത് ബി.ജെ.പിക്കെതിരെ വലിയ തരത്തിൽ ഒരു ജനരോക്ഷം പന്തളം നഗരസഭയിലുണ്ട്. ആ നഗരസഭ കേന്ദ്രത്തിൽ പലതവണ എൽ.ഡി.എഫും യു.ഡി.എഫും വലിയ തരത്തിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് എൽ.ഡി.എഫിൻ്റെ നേതൃത്വത്തിൽ അനവധി സമരങ്ങൾ, അതായത് ഒരു നഗരസഭ ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചുകൂടാ, ആ സംഭവങ്ങളിലെല്ലാം വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയർന്ന ഘട്ടമാണ്. അത് പട്ടികാതി വികസന ഫണ്ട്, അതുപോലെ ബഡ്ജറ്റ് അവതരണത്തിലുള്ള വീഴ്ച, നിരവധി വിഷയങ്ങളിലെ അഴിമതി ആരോപണം, അങ്ങനെ ഇക്കാര്യങ്ങളും ചർച്ചയാകുമെന്ന ബി.ജെ.പി. നേതൃത്വം ഭയന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ പ്രസിഡന്റ് വി. എ. സൂരജ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തിട്ട് അതിൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ബി.ജെ.പി. നേതൃത്വത്തിന്റെ രാജി അത് സംസ്ഥാന നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വലിയ തോൽവി, സി കൃഷ്ണകുമാറിന് ചുമതലയേറനാൾ അദ്ദേഹം മേൽനോട്ടം വഹിച്ച ഒരു ബി.ജെ.പിയുടെ നഗരസഭ കൂടിയാണ് പന്തളം നഗരസഭ. ഇത് ചാർജ് ഉണ്ടായിരുന്ന നഗരസഭയാണ്. അവിടെ ആ തോൽവിക്ക് തൊട്ടു പിന്നാലെ രാജി ഉണ്ടാകുന്നതും ബി.ജെ.പിക്കെതിരെ ഏറ്റ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഇക്കാര്യത്തിൽ CPM-നെ സംബന്ധിച്ചോളം രാഷ്ട്രീയമായി വിജയം നേടിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് വൈകാരികമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പന്തളത്ത് നഗരസഭ പിടിച്ചെടുക്കുന്നത്. എന്നാൽ ആ കാരണങ്ങളെല്ലാം അപ്രസക്തമാകുന്നു. ഇപ്പോൾ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ തങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ബി.ജെ.പി. കൗൺസിലർമാർ തന്നെ ശരിവെക്കുന്നു. അതുകൊണ്ട് രാജിയിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നത് CPM-നെ സംബന്ധിച്ചോളം വലിയ രാഷ്ട്രീയ വിജയം കൂടിയാണ് ഇന്ന് നേടിയിരിക്കുന്നത്. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയും ഇന്നുമായി എന്താണ് നഗരസഭയിൽ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട്